ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ ബലാത്സംഗികൾ എന്ന് പറയില്ലേ, അത് വെറുതെ ആലങ്കാരികമായിട്ട് ആരും പറയുന്നതല്ല കേട്ടോ. അതിന് ശക്തമായിട്ടുള്ളൊരു തെളിവ് ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ വീഡിയോ കണ്ടിട്ട് വരാം. അതിനുശേഷം നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാം കേട്ടോ. കണ്ടോ, ഒരു പോലീസുകാരിനോടാണ് ഈ നാറികൾ ഈ ജാതി തോന്നിയാസം കാണിക്കുന്നത്. ഒരു പോലീസുകാരീൻ്റെ അടുത്ത്. പിന്നെ ഇവരെ ബലാത്സംഗികൾ എന്നല്ലാതെ നമ്മൾ എന്താ വിളിക്കുക? ഒരു പോലീസുകാരീൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ, അതും സ്വന്തം പോലീസ് സേനേൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇത്രയ്ക്ക് തൻ്റെ ഇടത്തോടുകൂടി, ഇത്രയ്ക്ക് അഹങ്കാരത്തോടുകൂടി, ഇത്രയ്ക്ക് കൂസലില്ലാതെ ഒരു വനിതാ പോലീസിനെ കയറിയിട്ട് ആ ലേഡീൻ്റെ വയറിലും തൊടയിലും വേറെയുള്ള ശരീരഭാഗത്തുങ്ങളിലൊക്കെ ഒരു കൂസലും ഇല്ലാതെ, ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ കയറി പിടിക്കാൻ ഇവർക്കൊക്കെ ആരാധികാരം കൊടുത്തത്? ഇവരുടെ അഹങ്കാരം കണ്ടോ? ഒരു പോലീസുകാരീൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇതാരാന്ന് ഓർക്കണം. വേറെ ഏത് പാർട്ടിക്കാരാണെങ്കിലും അവർ എന്ത് നാറിത്തരം കാണിച്ചാൽ ഇത്രയും ചെറ്റത്തരം ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും കാണിക്കില്ല. CPM കാണിക്കില്ല, കോൺഗ്രസ്സുകാരും കാണിക്കില്ല, ഇനി വേറെ ഏതെങ്കിലും പാർട്ടിക്കാരുണ്ടെങ്കിൽ അവരും കാണിക്കില്ല. ഇത് കാണിക്കാൻ ഉളുപ്പില്ലായ്മയും തന്തയില്ലായ്മയും ഒരുമിച്ച് അറിയാം, സംഘടന എന്നൊക്കെ പറയില്ലേ, ഇതേപോലെ ഉണ്ടെങ്കിൽ ഈ BJP മാത്രമേ ഉള്ളൂ. ഈ BJP ഭരിക്കുന്ന ഈ നാട്ടിൽ ഒരു പോലീസുകാരിക്ക് പോലും രക്ഷയില്ലെങ്കിൽ ഈ നാട്ടിലെ മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ എന്താ? മുസ്ലിങ്ങളുടെ വീടുകൾ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്യൂ എന്ന് സ്വന്തം പാർട്ടിക്കാരോട്, സ്വന്തം മണികളോട് ആഹ്വാനം ചെയ്ത നേതാക്കളുള്ള പാർട്ടിയാണ് BJP. ആ BJP ഭരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ ഇന്ത്യയിലെ ജനങ്ങൾക്ക്, ഈ ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണുള്ളത്? ഇത് ശരിക്കും പറഞ്ഞാൽ KB ഗണേഷ് കുമാർ മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി തടയാൻ വേണ്ടിയിട്ടും പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടും വന്ന ആൾക്കാരാണ്. 5 വർഷം ഈ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തിട്ട് ഇവിടെയുള്ള കംഫർട്ട് തുറന്നിട്ടില്ല, ഫീഡിംഗ് റൂം തുറന്നിട്ടില്ല, ഇവിടെ പോലീസിന് എയ്ഡ് പോസ്റ്റ് ഇല്ല, പിക് പോക്കറ്റും കഞ്ചാവാണ് ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളാണ്. ഇപ്പോഴാണ് നിങ്ങൾ AC റൂം ഉദ്ഘാടനം ചെയ്ത് ഫീഡിംഗ് റൂം അതിനകത്തുണ്ട്. പിന്നെ സർവീസ് അല്ലേ, സാധാരണക്കാർക്ക് കയറാൻ പറ്റുമോ? 5 വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് റൂം എന്താ തുറക്കത്ത്? ബസ്സുകൾ മുഴുവൻ റോഡിലാണ് പാർക്ക് ചെയ്യുന്നത്. അനധികൃത കച്ചവടം നടക്കുന്നത്, പാർക്കിംഗ് ടെൻഡർ ചെയ്തിട്ട് മുഴുവൻ അനധികൃത. അതെങ്ങനെ നമ്മൾ കൊടുക്കാൻ പറ്റുക? ഈ മന്ത്രി ഇവരോട് എത്ര മാന്യമായിട്ടും സ്നേഹത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്, അയാളോട് സംസാരിക്കുന്നത്. അതിൻ്റെ 100% മാന്യത തിരിച്ചണിച്ചൂടെ? പിന്നെ ബലാത്സംഗികൾ എന്ന പേര് വെറുതെ വരുന്നതൊന്നല്ലല്ലോ. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് ഇത്രയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമുള്ളൂ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണം എന്താണെന്നറിയാം? ഇവരുടെ തനി നിറം, ഇവരുടെ ഉദ്ദേശം, ഇവരുടെ ലക്ഷ്യം, ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം. സാധാരണ ജനങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് BJP എന്ന് പറഞ്ഞ ഒരു സാധനത്തെ നമ്മളെ നാട്ടിൽ നിന്ന് വേരോടുകൂടി മാന്തി എറിയാൻ പാകത്തിന് എല്ലാവരും എന്താക്കണം, ഒന്നിച്ച് നിൽക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ നാട് നന്നാവുള്ളൂ. ഇത് ഹിന്ദുക്കളെ വേരോടുകൂടി മാന്തി എറിയണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പിന്നെ സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിഭാഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വേണം. അതാണ് നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം. പക്ഷേ BJP RSS എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നിന്ന് പറ്റിയാൽ നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ വേരോടുകൂടി മാന്തി പറിച്ചെറിയാൻ പറ്റണം. ഇത് വെറുതെ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു കേസല്ല. ഒരു ലേഡി, അതൊരു വനിതാ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ, അവർ മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, വേറെ ആരും ആയിക്കോട്ടെ, ഇത്രയ്ക്ക് തൻ്റെ ഇടത്തോടുകൂടി, ഇത്രയ്ക്ക് അഹങ്കാരത്തോടുകൂടി ആ സ്ത്രീൻ്റെ ശരീരത്തിൽ കയറി പിടിക്കാൻ ഇവൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളെപ്പോലുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്താ? റോട്ടുമലേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഇവർക്ക് അധികാരം കൂടെ, ഇവർ അധികാരത്തിലും കൂടെ വന്നു കഴിഞ്ഞാൽ എന്താ സ്ഥിതി? കേരളത്തിൽ ഇവരുടെ പിന്നെ തിട്ടൂരങ്ങളൊന്നും നടക്കാത്തത് ഇവിടെ ഇടതുപക്ഷവും അതേപോലെ LDF ആയാലും UDF ആയാലും കട്ടയ്ക്ക് നിൽക്കുന്നതുകൊണ്ടല്ലേ. അവർ കുറച്ചൊന്ന് ബാക്കോട്ട് പോയി കഴിഞ്ഞിട്ട് ഈ BJP എങ്ങാനും കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താ? പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ എന്താ? അപ്പം അവർ ഇത് പ്രതിഷേധിക്കാൻ വന്നതെന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ഒരു മൂന്നാമത്തെ ഒരു പാർട്ടി BJP എന്ന് പറഞ്ഞൊരു മൂന്നാം കക്ഷി ഇവിടെ കേരളത്തിൽ ജീവനോടെ ഉണ്ട്, അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് സംഭവം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നാലാളെ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രഹസനം കൊണ്ട് ഇറങ്ങിയതാണ്. അല്ലാണ്ട് അവരെന്ത് പ്രതിഷേധിക്കാനാണ്? അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളാൽ അംഗീകരിക്കപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ LDF-നോ UDF-നോ ഒപ്പം അവർക്കൊരു എതിരാളിയായിട്ട് മത്സരിക്കാൻ എന്തുകൊണ്ട് BJP സാധിക്കുന്നില്ല?
ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അത്യാവശ്യം അന്തവും ബോധവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് BJPനെ അടുപ്പിക്കുന്നില്ല. നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തലയിൽ മുഴുവൻ ചാണകം തലയിലും ചാണകം പുറത്തും ചാണകം. അവർ കുടിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് ചാണകം തന്നെയാണ് പല രൂപത്തിൽ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ BJP അധികാരത്തിൽ വന്നത്. കേരളത്തിലുള്ള ജനങ്ങൾക്ക് അത്യാവശ്യം തലയിൽ ആൾതാമസം ഉള്ളതുകൊണ്ട് BJPനെ അടുപ്പിക്കുന്നില്ല. അപ്പോൾ ഇത് മാത്രം മതി BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നല്ല എവിടെയും ഒരു സുരക്ഷയും സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്ക്, ഒരു പോലീസുകാരിക്ക് രക്ഷയില്ലാത്ത നാട്ടിലാണോ അല്ലെങ്കിൽ രക്ഷയില്ലാത്ത ആൾക്കാരുടെ ഇടയിലാണോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് രക്ഷയുണ്ടാകുന്നത്? അപ്പോൾ ഈ ഒരു ക്ലിപ്പ് കണ്ടപ്പം ഇതിനെക്കുറിച്ച് എന്തായാലും 2 വാക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചേട്ടാ.